തൃശ്ശൂരിലെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ 18ാമത് അത്തപ്പൂക്കളം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള മലയാളി ഒന്നടങ്കം കൈനീട്ടി സ്വീകരിക്കുന്ന ഈ അത്തപ്പൂക്കളം തൃശ്ശൂരിൻ്റെ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ ഒരു സംഭാവന കൂടിയാണ്. പ്രിയമുള്ളവരെ, 18 വർഷം മുമ്പ് ഇവിടെ കൂടിയിരുന്ന് അന്തിച്ചർച്ച നടത്തിയിരുന്ന ഒരു വിഭാഗം യുവാക്കളാണ്, അന്നത്തെ യുവാക്കളാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇന്നിപ്പോൾ അത് 18 വർഷമായി പിന്നിട്ടിരിക്കുകയാണ്. ഈ 18 വർഷവും ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ നല്ല നിലവാരത്തിൽ ഈ പൂക്കളം തീർക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ അത്തപ്പൂക്കളം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വിദേശ മലയാളികളടക്കം ടി വിക്ക് മുമ്പിൽ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് ഞങ്ങൾക്ക് ഈ സംരംഭത്തെ എത്തിക്കാൻ സാധിച്ച അതീവ നേട്ടമാണ്. 200ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകരും 2000 കിലോ പൂക്കളും ഒപ്പം തന്നെ 3 ദിവസത്തെ കഠിനാധ്വാനവുമാണ് ഈ സംരംഭത്തിന് പിന്നിലുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരാണ്. ഏകോദര സഹോദരങ്ങളായി ജാതിമത വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടുവാൻ, തൃശ്ശൂരിന് സ്വന്തമായി തൃശ്ശൂർ പൂരമുണ്ട്, തൃശ്ശൂരിന് സ്വന്തമായി തൃശ്ശൂർ പുലിക്കളിയുണ്ട്, തൃശ്ശൂരിന് സ്വന്തമായി ഇന്നിപ്പോൾ ഇതാ ഒരു അത്തപ്പൂക്കളവും കൂടി കൈവന്നിരിക്കുന്നു. ആ ഒരു സന്തോഷവും അഭിമാനവും ഞങ്ങൾക്ക് കാഴ്ചവെക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ കളത്തിന് സർട്ടിഫൈ ചെയ്യാൻ വന്നിട്ടുള്ള ഈ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഈ കേരളവും ലോകവും അറിയപ്പെടുന്ന മഹത് നേതാക്കൾ ഇതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേരുന്നു എന്നറിയുമ്പോൾ ഞങ്ങളുടെ അഭിമാനം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് കിട്ടിയ ഒരു കയ്യൊപ്പ് കൂടിയായി ഞങ്ങൾ അതിനെ കാണുന്നു. നമസ്തേ. ഇത്ര നേരം നമ്മളോട് സംസാരിച്ച ശ്രീമാൻ ഷോബി ടി വർഗീസാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഇവർ ഒരുമിച്ച് കൂടുന്ന സമയത്ത് തർക്കങ്ങളുണ്ടാവും. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ ഒരുമിച്ച് ഇവിടെ സന്ധിക്ക് വന്നിരിക്കും. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം അത് വളർന്നു. അത് വളർന്നപ്പോൾ ഇവരുടെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി, അല്ലെങ്കിൽ ഒരു ആശയം വന്നു. നാട്ടിലെ മുഴുവൻ ആളുകളെയും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിൽ അത് വളർന്നു എന്നുള്ളതാണ് ശ്രീമാൻ ഷോബി പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. തൃശ്ശൂർക്കാർ എപ്പോഴും അങ്ങനെയാണ്. വലിയ പൂരങ്ങളുണ്ട്, ഓണമുണ്ട്, അത്തച്ചമയമുണ്ട്, അതുപോലെ തന്നെ വലിയ പുലിക്കളിയുണ്ട്, കുമ്മാട്ടിയുണ്ട്. അങ്ങനെയുള്ള ഒരു നാടാണ് തൃശ്ശൂർ. ഒരുപക്ഷെ പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല, ഞാനും ഒരു തൃശ്ശൂർക്കാരിയാണ്. എൻ്റെ 94 വയസ്സുള്ള അമ്മ താമസിക്കുന്നത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ മണലിത്ര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു പൂക്കളം
എല്ലാ വർഷവും ഇങ്ങനെ മനോഹരമായിട്ട് ഇവിടെ നടക്കുമ്പോൾ എനിക്ക് അവിടെ വരാനും അതുപോലെ തന്നെ ആ പൂക്കളം കാണാനും ഒക്കെ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ സ്നേഹവും സൗഹൃദവും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്നും നിലനിൽക്കട്ടെ എന്നും ഇവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നും അവരുടെ സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. കാരണം ഇത് വടക്കുന്നാഥൻ്റെ മണ്ണിൽ ഭഗവാന്റെ മുന്നിലാണ് ഈ പൂക്കളം തീർക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല നന്മകൾ ഉണ്ടാകട്ടെ, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ, ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഭാവിയിൽ ഇവരുടെ ഈ ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്തേ. ചേട്ടാ ലഹരിയില്ലാത്തൊരു ലോകവും ആരോഗ്യമുള്ള ജനതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസ. ചേട്ടാ